ഓക്കെ, ചെറിയ കുറേ നെഗറ്റീവ്സ് ഇതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ചെറിയ കുറേ പോസിറ്റീവ് സൈഡുകൾ നോക്കാം. ചെറിയ പോസിറ്റീവ്സ് എന്ന് പറയാൻ കാരണം വണ്ടി ഓടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോഴും ഇതിൻ്റെ എൻജിൻ, ട്രാൻസ്മിഷൻ, സ്റ്റിയറിംഗ്, ബ്രേക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും എപ്പോഴും വലിയ പോസിറ്റീവ്സ്. മറ്റു ഫീച്ചേഴ്സായ ടച്ച് സ്ക്രീൻ, കോർണറിംഗ് ലൈറ്റ്, വയർലെസ് ചാർജർ തുടങ്ങിയ ഇന്ത്യൻ മാർക്കറ്റിൽ കാണിക്കാവുന്ന ജിമിക്സുകളൊക്കെ സ്കോഡയും ഏറ്റെടുത്തു തുടങ്ങി. അതൊക്കെ കാരണം കൊണ്ട് തന്നെ ഇതിൻ്റെ വലിയൊരു നെഗറ്റീവ് വശത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇതിൻ്റെ വില, പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഓടിക്കുന്ന ഈ മോണ്ടി കാർലോ എഡിഷൻ 1 ലിറ്റർ TSI ഓട്ടോമാറ്റിക്കിന് ഏകദേശം 21.5 ലക്ഷത്തോളം രൂപ ഓൺ റോഡ് വിലയുണ്ട്. അത് വാല്യൂ ഫോർ മണിയാണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരിക്കലുമല്ല. കാരണം കുശാക്കിൻ്റെ തന്നെ 1.5 ലിറ്റർ TSI ഓട്ടോമാറ്റിക് സ്പോർട്സ് ലൈൻ വേരിയൻറ്റ് ഏറെക്കുറെ ഇതേ വിലക്ക് തന്നെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ രണ്ട് വാഹനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പേഴ്സണലി വെന്റിലേറ്റഡ് സീറ്റ് ഒഴിച്ച് വേറെ ഒരു ഫീച്ചറും എനിക്ക് ആവശ്യമാണെന്ന് തോന്നിയിട്ടില്ല. എന്നാൽ വെന്റിലേറ്റഡ് സീറ്റിന് പകരം നിങ്ങൾക്ക് കിട്ടുന്നതോ മികച്ചൊരു 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ, അതും കൂടുതൽ മൈലേജ് ലഭിക്കാൻ വേണ്ടി 2 സിലിണ്ടർ ഡീആക്ടിവേഷൻ ടെക്നോളജിയോട് കൂടിയാണ് ആ വാഹനം എത്തിയിരിക്കുന്നത്. 1 ലിറ്റർ TSI മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല. എന്നാലും ഈ എൻജിൻ ഉയർന്ന ശബ്ദത്തിൽ ഏറെ ബുദ്ധിമുട്ടി ചെയ്യുന്ന കാര്യം നമ്മൾ പോലും അറിയാതെ ചെയ്യാൻ 1.5 ലിറ്ററിന് സാധിക്കും. അത്രയ്ക്ക് മനോഹര